വാണിജ്യ LPG സിലിണ്ടറുകളുടെ കടുത്ത ക്ഷാമം സിനിമാ ഷൂട്ടിങ്ങിനെയും സാരമായി ബാധിച്ചു തുടങ്ങി. ഈ സാഹചര്യം തുടർന്നാൽ സിനിമാ ചിത്രീകരണങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വരുമെന്നും ഫെഫ്ക ഭാരവാഹികൾ വ്യക്തമാക്കുന്നു. ലൊക്കേഷനുകളിൽ ഭക്ഷണ വിതരണം തടസ്സപ്പെട്ടു തുടങ്ങിയതോടെ നിർമ്മാതാക്കൾക്ക് അധിക ബാധ്യതയുണ്ടാകാത്ത രീതിയിൽ മെനുവിൽ മാറ്റം വരുത്തുന്നതും ബദൽ മാർഗങ്ങൾ തേടുന്നതും ഉൾപ്പെടെയുള്ള ചർച്ചകൾക്ക് സംഘടന തുടക്കം കുറിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഗ്യാസ് ലഭ്യത പൂർണ്ണമായും നിലയ്ക്കുമെന്നാണ് മെസ് നടത്തിപ്പുകാർ നിർമ്മാതാക്കൾക്ക് നൽകുന്ന മുന്നറിയിപ്പ്. ടൈൽ ഇട്ട കെട്ടിടങ്ങളിലും ജനവാസ മേഖലകളിലും വിറകടുപ്പുകൾ ഉപയോഗിക്കുന്നത് പ്രായോഗികമല്ലാത്തതിനാൽ വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം സാധാരണ നിലയിലാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഫെഫ്ക ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഗ്യാസ് സിലിണ്ടറുകളുടെ കടുത്ത ക്ഷാമം സിനിമാ ഷൂട്ടിങ്ങിനെ സാരമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിരവധി സിനിമകളാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കേരളത്തിന് പുറത്തുമായി ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നത്. ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഭക്ഷണ വിതരണത്തിൽ കാര്യമായ തടസ്സം നേരിട്ട് തുടങ്ങിയിരിക്കുന്നു. 150ഓളം പേർക്ക് 3 നേരം ഭക്ഷണം നൽകേണ്ട ലൊക്കേഷനുകളിൽ 24 മണിക്കൂറും അടുപ്പ് എരിയേണ്ടതുണ്ട്. ഈ സാഹചര്യം തുടർന്നാൽ ഷൂട്ടിംഗ് പൂർണ്ണമായി നിർത്തേണ്ടി വരും. അതുകൊണ്ട് ഗ്യാസിന് പകരം എന്ത് സംവിധാനം കൊണ്ടുവരാൻ കഴിയും, മെനുവിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും എന്നൊക്കെയുള്ള ചർച്ചകൾ സിനിമാ നിർമ്മാണ മേഖലയിൽ സജീവമാണ്. നിലവിലുള്ള സംവിധാനങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പാചക മാർഗങ്ങൾ അവലംബിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നുണ്ട്. ചിലതൊക്കെ വളരെ സാമ്പത്തിക ചെലവുള്ളതാണ്. പിന്നീട് ഗ്യാസ് ലഭ്യമായി വരുമ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന സംവിധാനങ്ങൾ പാടെ മാറ്റിവെക്കേണ്ടി വരും. അത് വലിയ നഷ്ടമുണ്ടാക്കും. ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഷൂട്ടിംഗ് നിന്ന് പോകുന്നു എന്ന അവസ്ഥ വരാനും പാടില്ല. ഷൂട്ടിംഗ് മുടക്കമില്ലാതെ നടക്കുകയും വേണം. നിർമ്മാതാക്കൾക്ക് ബാധ്യത ഉണ്ടാകാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് മേഖലയിലുള്ളവർ ആലോചിക്കുന്നത്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്ക് ഇതുവരെ കാര്യമായ നിയന്ത്രണം വന്നിട്ടില്ല. വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾ മുടക്കമില്ലാതെ എല്ലാവർക്കും കിട്ടാനുള്ള നടപടി അടിയന്തരമായി ചെയ്തില്ലെങ്കിൽ സിനിമാ മേഖലയിലെ നിരവധി തൊഴിലാളികൾ പട്ടിണിയിലാകുന്നതോടൊപ്പം നിർമ്മാതാക്കൾ വലിയ സാമ്പത്തിക ബാധ്യത നേരിടേണ്ടിയും വരും.